നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് രാവിലെയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെയായി എല്ലാവർക്കും ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കമാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നാട്ടിലെന്തുണ്ട്. കടുത്ത വേനൽ ചൂടിൽ ചെറു ജലാശയങ്ങളാണ് പലപ്പോഴും ആശ്വാസമാവുക. ഇത്തരം ജലാശയങ്ങളിൽ കുളിക്കാൻ എത്തുന്നവരും നിരവധിയാണ്. പത്തനംതിട്ട വടശ്ശേരിക്കര അക്വഡേറ്റിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കനാൽ വെള്ളമാണ് ഇപ്പോൾ പ്രദേശവാസികൾക്കും ഒപ്പം ഇവിടെ എത്തുന്നവർക്കും ഈ വേനൽക്കാലത്ത് ആശ്വാസമാവുന്നത്. ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് കനാലിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തണുത്ത വെള്ളത്തിലുള്ള കുളിയാണ് വടശ്ശേരിക്കര അക്വഡേറ്റിന്റെ പ്രത്യേകത. ജലസേചനത്തിനായി നിർമ്മിച്ച കനാലിന്റെ 2 ഷട്ടറുകളിൽ നിന്നുള്ള വെള്ളമാണ് വേനൽക്കാലത്ത് പ്രദേശവാസികൾക്ക് ആശ്വാസമാകുന്നത്. പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സും ഈ വെള്ളമാണ്. മഴ സീസൺ കഴിഞ്ഞിട്ട് ഉണക്കായി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്നാണ് കുളിക്കുകയും നനയ്ക്കുകയും എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇവിടെ നിന്ന് അത്യാവശ്യം വീടുകളിലെ പുറത്തെ ആവശ്യമുള്ള ജലങ്ങളൊക്കെയും വാഹനങ്ങൾ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ്. അതുപോലെ ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ഉച്ച സമയത്ത് ഞങ്ങൾ വന്ന് ഇറങ്ങാറില്ല, എന്നാൽ പോലും തുണി നനയ്ക്കാനായിട്ട് ഇപ്പോൾ വന്നതാണ്. അല്ലാത്തപ്പോഴാണെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ കിടന്നാൽ പോലും തിരിച്ചു കയറി പോകാൻ തോന്നുന്നില്ല. കാരണം വീട്ടിലെ ചൂടിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ ശരീരം നല്ലപോലെ തണുപ്പിച്ചിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കുളിക്കാനും തുണിയലക്കാനും വീടുകളിലെ മറ്റാവശ്യങ്ങൾക്കും കനാൽ വെള്ളത്തെയാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത്. വേനൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ രാത്രിയും പകലും എന്നില്ലാതെ നിരവധി പേരാണ് കുളിക്കാനായി ഇവിടെ എത്തുന്നത്. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളും മനോഹരമാണ്. കുളിക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ്. അതിനകത്ത് അത്ര സ്ഥലമുണ്ട്. നല്ല തണുത്ത വെള്ളം, മണിയാരിന്ന് വരുന്ന വെള്ളം, അടിപൊളി നല്ല തണുപ്പ. അപകടങ്ങൾ ഒന്നുമില്ലാത്ത പ്രദേശത്തെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ എത്തുന്നവർ പലരും മണിക്കൂറുകൾ ചെലവഴിച്ചാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലം ഓയൂരിൽ കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പരിശോധനകൾ ശക്തമാക്കി. പൂയപ്പള്ളി സ്റ്റേഷൻ പരിധിയിൽ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നർക്കോട്ടിക് സ്റ്റിഫർ ട്രെയിനിംഗ് ലഭിച്ച 2 വയസ്സുകാരി സോ എന്ന പോലീസ് നായയാണ് പരിശോധനയ്ക്കായി എത്തിയത്. കടകളിൽ സൂക്ഷിച്ച നിരവധി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പരിശോധനയിൽ കണ്ടെത്തി. കൊല്ലം റൂറൽ പോലീസിന്റെ കീഴിൽ ആദ്യമായി പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സ്നിഫർ ഡോഗ് പരിശോധനയ്ക്ക് എത്തിയത്. പ്രധാന ജംഗ്ഷനുകളിലും പലചരക്ക് കടകൾ, മുറുക്കാൻ കടകൾ, ഓട്ടോറിക്ഷകൾ, ചരക്ക് ഗതാഗത വാഹനങ്ങൾ, സ്വകാര്യ ബസ്സുകൾ, KSRTC ബസ്സുകൾ, സ്റ്റേഷനറി കടകൾ, പച്ചക്കറി വ്യാപാരം നടത്തുന്ന കടകൾ തുടങ്ങി മുക്കിലും മൂലയിലും സ്നിഫർ ഡോഗ് മണം പിടിച്ചെത്തി. ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലഹരിയെ തുടച്ചെറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധനകൾ കർശനമാക്കിയത്. നേരത്തെ കച്ചവടം ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ, കടകൾ, ഇവിടെ എല്ലാം റെയ്ഡ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതും കൂടാതെ ഈ K9 സ്ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ ചെക്കിങ് എല്ലാ പ്രദേശങ്ങളിലും തുടരുന്നതായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നിടങ്ങളിലും പരിശോധന നടത്തി. പൂയപ്പള്ളി കൊട്ടറയിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പൂയപ്പള്ളി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു STയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ രജീഷ് മാധവൻ അടങ്ങുന്ന പോലീസ് സംഘമാണ് റെയ്ഡ് നടത്തിയത്. ന്യൂസ് 18 കൊട്ടാരക്കര. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 500 രൂപ വേതനം പ്രഖ്യാപിച്ച് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത്. ബജറ്റ് സർക്കാർ അംഗീകരിച്ചാൽ 154 രൂപ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തി 500 രൂപയായി വേതനം നൽകുമെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റിലെ പ്രഖ്യാപനം. ദിവസക്കൂലി 346 രൂപ മാത്രമുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 500 രൂപ വേതനം പ്രഖ്യാപിച്ച് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. സർക്കാർ അംഗീകാരം ലഭിച്ചാൽ 154 രൂപ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തി 500 രൂപ വേതനം നൽകുമെന്നതാണ് ശ്രദ്ധേയമായ പ്രഖ്യാപനം. സംസ്ഥാനത്തെ ജീവിത നിലവാരം കണക്കിലെടുത്താണ് ഇത്തരമൊരു പ്രഖ്യാപനമെന്ന് ബജറ്റ് അവതരിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര പറഞ്ഞു. പഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഷോപ്പിംഗ് കോംപ്ലക്സ്, ബഡ്സ്, റീഹാബിലിറ്റേഷൻ സെന്റർ, വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം, മുഴുവൻ പ്രദേശങ്ങളിലും വെളിച്ചമെത്തിക്കാൻ തെരുവ് വിളക്കുകൾ, ലഹരിക്കെതിരെ തുടർ ക്യാമ്പയിനുകൾ, MCFന് സ്വന്തമായി സ്ഥലം വാങ്ങുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനും പദ്ധതി തുടങ്ങിയവയാണ് മറ്റ് പ്രധാന പദ്ധതികൾ.
ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾക്കും ആവശ്യമായ തുക മാറ്റിവെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾക്കൊപ്പം ജൈവവേലി നിർമ്മാണത്തിനും സൗരോർജ്ജ വേലി നിർമ്മാണത്തിനും തുക വകയിരുത്തിയിട്ടുമുണ്ട്. വയോജനങ്ങളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾക്കും തുക നീക്കിവെച്ചിട്ടുണ്ട്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 ബജറ്റ് അവതരണമാണ് നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു ജനകീയ ബജറ്റായിക്കൊണ്ടാണ് നമ്മളിന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. സമൂഹം ഇപ്പോൾ ഏറ്റവും നേരിടുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ 18 വാർഡുകളിൽ പ്രത്യേക കൗൺസിലിങ്ങും ക്ലാസ്സുകളും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട്, ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തവണ ബജറ്റിൽ നമ്മൾ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ജനകീയ ബജറ്റായിക്കൊണ്ടാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2025-26 ബജറ്റ് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചിയിലേക്ക് വരുന്നവർക്ക് ഇനി ഒരു പ്രത്യേക സ്ഥലത്ത് വേണമെങ്കിൽ താമസിക്കാം. അത് നമ്മളൊക്കെ ഒരുപാട് ആരാധിക്കുന്ന മമ്മൂട്ടിയുടെ വീട്ടിലാണ്. പനമ്പിള്ളി നഗറിലെ മമ്മൂട്ടിയുടെ വീട് ഏറെക്കാലമായി ഈ സിനിമാ ആരാധകർക്കൊക്കെ ഒരു അറിയാവുന്ന സ്ഥലമാണ്. ആ വീട് ഒരു ലക്ഷറി ഹോം സ്റ്റേ ആവുകയാണ്. 75,000 രൂപയാണ് ഒരു ദിവസത്തെ വാടക. പനമ്പിള്ളി നഗറിന്റെ മേൽവിലാസം ഇപ്പോഴും മമ്മൂട്ടിയുടെ വീട് തന്നെയാണ്. ഏത് റോഡ്, പനമ്പിള്ളി നഗറിൽ എവിടെ എന്നതൊക്കെ മമ്മൂട്ടിയുടെ വീടിന്റെ ഏതു ഭാഗത്തായി വരും എന്നതിൽ അവസാനിക്കും. 2008 മുതൽ 20 വരെ മമ്മൂട്ടി കുടുംബവുമൊത്ത് താമസിച്ചത് ഇവിടെയാണ്. ഇവിടുന്ന് വൈറ്റില അമ്പേലിപ്പാടം റോഡിലെ പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ചിട്ട് കുറച്ചു വർഷങ്ങളെ ആയതുള്ളൂ. എങ്കിലും പനമ്പിള്ളി നഗറിലെ KC ജോസഫ് റോഡിലെ ഈ വീടാണ് ഇപ്പോഴും ആരാധകരുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരിക. വെക്കേഷൻ എക്സ്പീരിയൻസ് എന്ന ഗ്രൂപ്പ് ഈ വീട് ഏറ്റെടുത്ത് നവീകരിച്ചു. 4 മുറികളടങ്ങിയ വീട് ഇനി അതിഥികൾക്കായി തുറന്നു കൊടുക്കും. ബോട്ടിക് മോഡലിലാണ് വീട് പുതുക്കി പണിതിരിക്കുന്നത്. ഇവിടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 10 പേർക്ക് ഒരേ സമയം താമസിക്കാം. ഒരേ സമയം ഒരു ഗ്രൂപ്പിന് മാത്രമായിരിക്കും പ്രവേശനം. അങ്ങനെ മമ്മൂട്ടിയുടെയും മക്കളായ ദുൽഖറിൻ്റെയും സുറുമിയുടെയും എല്ലാം മുറികളിൽ ഇനി ആരാധകർക്കും അതിഥികൾക്കും വന്നിരുന്ന് കഥകൾ പറയാം. അവരുടെ സന്തോഷ നിമിഷങ്ങളിൽ ഇനി മുതൽ മലയാളത്തിൻ്റെ മെഗാ താരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കയ്യൊപ്പുണ്ടാകും. ന്യൂസ് 18 കൊച്ചി. ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ച് ആ വീട്ടിലെ താമസം എന്തൊരു എക്സ്പീരിയൻസ് ആകുമെന്ന് ആലോചിച്ച് നോക്കൂ. എത്രയെത്ര കഥകൾ കേട്ട ചുമരുകളാണത്. എത്രയെത്ര കഥകൾ അവിടെ പരുവപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് പനമ്പിള്ളി നഗറിലെ ഈ വീടും ആ വീട്ടിലെ താമസവും ഒക്കെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. റമദാൻ കാലമാണ്. നോമ്പുതുറയുടെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. റമദാനിലെ നോമ്പുതുറ ജാതി മതഭേദങ്ങൾക്കപ്പുറം നാടിൻ്റെ തന്നെ ഒരു ആഘോഷമാക്കുകയാണ് മലപ്പുറം മങ്കട ചേരിയത്തെ CVS ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. തുടർച്ചയായി 26ാം വർഷമാണ് ക്ലബ്ബ് നോമ്പുതുറ നാടിൻ്റെ മുഴുവൻ ഒരു ആഘോഷമാക്കുന്നത്. 200-ലധികം വീടുകളിലേക്ക് നോമ്പുതുറ വിഭവങ്ങൾ എത്തിച്ചായിരുന്നു ഇത്തവണത്തെ ഗ്രാൻഡ് ഇഫ്താർ. റമദാൻ കാലം സൗഹൃദങ്ങളും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന കാലം കൂടിയാണ്. മങ്കട ചേരിയം പ്രദേശത്തെ കൂട്ടായ്മ 26 കൊല്ലമായി തുടരുന്ന പതിവാണ് ഗ്രാൻഡ് നോമ്പുതുറ. റമദാനിലെ അവസാന ഞായറാഴ്ചയാണ് ക്ലബ്ബ് സാധാരണ ഗ്രാൻഡ് നോമ്പുതുറ സംഘടിപ്പിക്കാറുള്ളത്. ക്ലബ്ബ് പരിധിയിലെ 200-ലധികം വീടുകളിലേക്ക് നോമ്പുതുറയ്ക്ക് വിഭവങ്ങൾ എത്തിച്ചു നൽകിയായിരുന്നു ഇത്തവണത്തെ ആഘോഷം. 2 ലക്ഷത്തോളം രൂപ ചെലവ് വന്ന പരിപാടിക്ക് പണം കണ്ടെത്തിയത് എല്ലാവരും ഒത്തൊരുമിച്ചാണ്. മങ്കട പരിസരത്ത് ഇത്രത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയ ഒരു കൂട്ടായ്മയില്ല. ഒരുപാട് വർഷമായിട്ട് തുടർച്ചയായിട്ട് നടത്തുന്നുണ്ട്. ഈ നാട്ടിലെ എല്ലാ നാനാ മതക്കാരും രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നടത്തുന്ന ഒരു ഇഫ്താർ സംഘമാണത്. ഇത്രയും ഒരു ആത്മാർത്ഥയോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഇവരാണ് ആദ്യം. CVS ശരീരത്തിൻ്റെ നേതൃത്വത്തിനും ഇവരെ ക്ലബ് അംഗങ്ങൾക്കാണ് ആദ്യം ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് 2 ലക്ഷത്തിലധികം രൂപ സമാഹരിക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ആ തരത്തിൽ നന്ദി. ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന നോമ്പുതുറയ്ക്ക് 1 പതിറ്റാണ്ടിലധികമായി ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന അൻവർ സാദത്തിനും ക്ലബ്ബ് പ്രവർത്തകർ ആദരം നൽകി. 100ഓളം മെമ്പർമാരടങ്ങിയ CVS ക്ലബ്ബ് നാട്ടിലെ ചാരിറ്റി പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിലെ പ്രവർത്തനങ്ങളിലും സജീവമാണ്. ന്യൂസ് 18 മലപ്പുറം.
കാട്ടാനകൾ പ്ലാസ്റ്റിക് മാലിന്യം കഴിക്കുന്നുവെന്ന ആരോപണം. മൂന്നാർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നല്ലതണ്ണി കല്ലാറിലെ മാലിന്യ പ്ലാന്റിന്റെ പരിസരത്താണ് കാട്ടാനകൾ പ്ലാസ്റ്റിക് ഭക്ഷിക്കുന്നത്. മാലിന്യ പ്ലാന്റിന്റെ പ്രദേശത്ത് സ്ഥിരമായി തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പതിവായി തിന്നുന്നത്. ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നത് ഇവയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുമെന്നാണ് ആശങ്ക. പ്ലാന്റിന് മുൻപിൽ തള്ളിയിരുന്ന മാലിന്യത്തിൽ നിന്ന് പടയപ്പ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പതിവായി എത്തി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ തിന്നത് മുമ്പ് വിവാദമായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്ലാന്റിന് മുൻപിൽ തള്ളിയിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും കാട്ടാനകൾ പ്ലാന്റിന് മുമ്പിലെ മാലിന്യങ്ങളിൽ നിന്നും തീറ്റ തേടിയെത്തുന്നതും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അകത്താക്കുന്നതും. കാട്ടാനകൾ പ്ലാന്റിന്റെ പരിസരത്തേക്ക് എത്താതിരിക്കാൻ പ്രതിരോധ വേലി സ്ഥാപിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. ഈ ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ഈ വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ബൈസൺ വാലി ചൊക്രമുടിയിൽ പട്ടയം റദ്ദാക്കിയ 13 ഏക്കർ 79 സെന്റ് ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചു. ഇതോടൊപ്പം 4 പട്ടയങ്ങളിലായുള്ള ഭൂമിയുടെ തണ്ടപ്പേരും റദ്ദാക്കി. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചൊക്രമുടിയിൽ റെഡ് സോണിൽ ഉൾപ്പെടുന്ന 14 ഏക്കർ 69 സെന്റ് ഭൂമിയിലെ അനധികൃത നിർമ്മാണം വിവാദമായത്. ബൈസൺ വാലി ചൊക്രമുടിയിൽ പട്ടയം റദ്ദാക്കിയ 13 ഏക്കർ 79 സെന്റ് ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചത്. ഇതോടൊപ്പം 4 പട്ടയങ്ങളിലായുള്ള ഭൂമിയുടെ തണ്ടപ്പേരും റദ്ദാക്കി. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചൊക്രമുടിയിൽ റെഡ് സോണിൽ ഉൾപ്പെടുന്ന 14 ഏക്കർ 69 സെന്റ് ഭൂമിയിലെ അനധികൃത നിർമ്മാണം വിവാദമായത്. വിവാദമായതോടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ചൊക്രമുടിയിൽ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. തുടർന്ന് റവന്യൂ വകുപ്പ് 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ചൊക്രമുടിയിൽ ഭൂമി വാങ്ങിയവരുടെയും പട്ടയുടമകളുടെയും ഹിയറിംഗ് പൂർത്തിയാക്കിയാണ് ദേവികുളം സബ് കളക്ടർ 13 ഏക്കർ 79 സെന്റ് ഭൂമിയുടെ പട്ടയം റദ്ദാക്കിയത്. 4 പട്ടയുടമകൾ ചെന്നൈ സ്വദേശിയായ മലയാളി വ്യവസായിയുടെയും അദ്ദേഹത്തിന്റെ പിതാവിന്റെയും പേരിൽ തീരാധാരം ചെയ്തു നൽകിയ ഭൂമിയാണിത്. ഇവർ കഴിഞ്ഞ വർഷം ഈ ഭൂമി അടിമാലി സ്വദേശിക്ക് വിൽപ്പന നടത്തി. അടിമാലി സ്വദേശി ഈ ഭൂമി വീണ്ടും വിൽപ്പന നടത്തി. ഭൂമി വാങ്ങിയവർക്കെല്ലാം നോട്ടീസ് നൽകിയ ശേഷമാണ് റവന്യൂ വകുപ്പ് പട്ടയങ്ങൾ റദ്ദു ചെയ്തത്. പട്ടയം റദ്ദാക്കിയ ഭൂമി ഏറ്റെടുത്തതിലെ സന്തോഷം പ്രദേശവാസികൾ പങ്കുവച്ചു. വയനാട് പോലുള്ള ദുരന്തത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിവാസികൾ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും അതിന് ഒരു വർഷത്തോളമായി പ്രക്ഷോഭത്തിലായിരുന്നു. അതിൻ്റെ വിജയം എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അവിടെ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സത്യസന്ധമായി അന്വേഷണം നടത്തി ഇത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ചൊക്രമുടിയുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. ഏലം കർഷകർക്ക് നിരാശ പകർന്ന് ഏലക്കയുടെ വില താഴോട്ട്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ കിലോയ്ക്ക് 800 രൂപയോളമാണ് ഏലക്കയ്ക്ക് വിലയിടിഞ്ഞത്. വില കൂടുമെന്ന് കരുതി സംഭരിച്ച കർഷകർക്കും വ്യാപാരികൾക്കും ഇപ്പോഴത്തെ വിലയിടിവ് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ഉയർന്ന ചൂടും കാരണം ഏലക്ക ഉൽപ്പാദനത്തിലും കൃഷിയിലും വ്യാപകമായ കുറവുണ്ടായി. ദിവസം തോറും മാർക്കറ്റിൽ ഏലക്ക വില താഴുകയാണ്. വൻകിട വ്യാപാരികൾ കൃത്രിമമായി വില കുറയ്ക്കുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് കർഷകരും ചെറുകിട വ്യാപാരികളും ആരോപിക്കുന്നു. അതേസമയം ഉൽപ്പാദനം വലിയ തോതിൽ കുറഞ്ഞിട്ടും ലേലകേന്ദ്രങ്ങളിൽ ധാരാളമായി ഏലക്ക എത്തുന്നുണ്ട്. കർഷകന്റെ കൈവശമുണ്ടായിരുന്ന കായകളെല്ലാം ലേലത്തിൽ വരുന്നു. ലേലകേന്ദ്രങ്ങളിൽ റീപൂളിംഗ് നടത്തി ലഭ്യത ഉയർത്തിക്കാട്ടിയും ഗുണനിലവാരം കുറഞ്ഞ കായ പതിച്ചും വില ഇടിക്കുന്ന തന്ത്രമാണ് വൻകിട വ്യാപാരികളും ഓപ്ഷൻ കേന്ദ്രങ്ങളും ചേർന്ന് നടത്തുന്നതെന്ന് കർഷകർ ആരോപിക്കുന്നു. വിപണനവും ലേലവും നിയന്ത്രിക്കേണ്ട സ്പൈസസ് ബോർഡ് വിഷയത്തിൽ ഇടപെടുന്നില്ല. കിലോയ്ക്ക് 3200 രൂപയുണ്ടായിരുന്ന ഏലക്ക കഴിഞ്ഞ 10 ദിവസം കൊണ്ട് 2400-ലെത്തി. വില വർദ്ധിക്കുമെന്ന് കരുതി ഏലക്കായ സംഭരിച്ചിട്ടുള്ള കർഷകർക്ക് വിലയിടിവ് വലിയ നഷ്ടമുണ്ടാക്കി. സ്പൈസസ് ബോർഡിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിൽ 29 ഗ്രാം ബ്രൗൺ ഷുഗർ പിടികൂടി. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി കൊളക്കാട്ടുചാലിൽ നീലാടത്ത് മലയിൽ മുഹമ്മദ് നിഷാദാണ് പിടിയിലായത്.
ഐക്കരപ്പടിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. മുഹമ്മദ് നിഷാദ് നേരത്തെയും നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്. ചേലേമ്പ്രക്കാരനായിട്ടുള്ള 37 വയസ്സുള്ള നിഷാദ് എന്ന വ്യക്തിയെയാണ് പിടിച്ചിട്ടുള്ളത്. 31.298 ഗ്രാം ഹെറോയിനാണ് പിടിച്ചിട്ടുള്ളത്. പ്രതിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ 2020 വർഷത്തിൽ ആന്ധ്രയിൽ വെച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട് 48 കിലോ കഞ്ചാവുമായി. അതിനുശേഷമുള്ള ചെറിയ ചെറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ മേജർ കേസുകളല്ല, വളരെ മൈനർ കേസുകളാണ്. ആള് ഒരു അഡിക്റ്റാണ്, ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ ഇത് വാങ്ങിക്കണമെങ്കിൽ കാശ് വേണം, കാശ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കച്ചവടത്തിലേക്ക് ഏർപ്പെട്ടു. ഇതിപ്പോൾ ഹെറോയിനിലേക്കാണ് ഇപ്പോൾ ഈ പ്രതി ഹെറോയിനാണ് കച്ചവടം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വാളയാറിൽ MDMAയുമായി അമ്മയും മകനും പിടിയിൽ. കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന 12 ഗ്രാം MDMA ആണ് പിടികൂടിയത്. എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് ലഹരി കണ്ടെത്തിയത്. അമ്മയും മകനും സുഹൃത്തുക്കളുമാണ് പിടിയിലായത്. കഴിഞ്ഞ 5-ാം തീയതി മുതൽ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നൊരു ലഹരിക്കെതിരെയുള്ളൊരു പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ട് ഊർജിതമായിട്ടുള്ള വാഹന പരിശോധന മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിൽ നിന്നാണ് ഈ പ്രതികളെ MDMA ആയിട്ട് പിടികൂടുന്നത്. ഇവര് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇത് ഉദ്ദേശം 12 ഗ്രാമോളം ഉണ്ട്. MDMA ആണ്, മാരക മയക്കുമരുന്നായിട്ടുള്ള MDMA ആണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. ഇടുക്കി കാന്തല്ലൂരിൽ സ്വകാര്യ വ്യക്തിക്കായി പഞ്ചായത്ത് റോഡ് നിർമ്മിക്കുന്നുവെന്ന് നാട്ടുകാർ. പൊതുവഴി ഗതാഗത യോഗ്യമാക്കാതെ സ്വകാര്യ വ്യക്തിക്കായി പൊതുഫണ്ട് ഉപയോഗിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് കാന്തല്ലൂർ മിഷൻ വയൽ കട്ടിയനാട് റോഡ്. 50-ലേറെ കുടുംബങ്ങൾ ഈ ഗ്രാമീണ പാതയെ ആശ്രയിക്കുന്നുണ്ട്. 1.5 കിലോമീറ്ററോളം വരുന്ന പാത പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. പലവട്ടം റോഡ് നവീകരണത്തിനായി നാട്ടുകാർ നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ മേഖലയിൽ നടക്കുന്ന കോൺക്രീറ്റിംഗ് പ്രവൃത്തിയാണ് നാട്ടുകാരെ ചൊടിപ്പിക്കുന്നത്. തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാതെ സ്വകാര്യ വ്യക്തിക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനത്തിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. அந்த பக்கம் ரோடு இருக்கு, அதுல எல்லாரும் போய்க்குவாங்க. இதுல யாருக்கும் போக வேண்டிய அவசியமே இல்ல. யார் இப்ப வந்து இங்க சொன்னாங்களோ அவங்க எல்லாம் இங்க வந்திருக்கணும். எங்களுக்கு இந்த ரோடு நாங்க இந்த ரோட போட விட மாட்டோம். நாங்க எத்தனை வீடு அங்க இருக்கோம். நீங்க அந்த ரோட பாத்தீங்களா இல்லையா? அந்த ரோட பார்த்துட்டு எல்லாரும் யார் வந்தாங்க எல்லாரும் நாங்களும் உரிமை உள்ளவங்க தான். நாங்களும் ஓட்டு போட்டிருக்கோம். തകർന്ന റോഡിലൂടെ വാഹനങ്ങൾ സർവീസ് നടത്തിയിട്ട് കാലങ്ങളായി. കുഴിയിൽ വീണുള്ള അപകടങ്ങൾ പതിവ്. റോഡിന്റെ ശോച്യാവസ്ഥ മൂലം ആംബുലൻസ് സേവനവും ലഭ്യമാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. നൂതന കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ രാജാവാണ് കോതമംഗലത്തെ ജോസഫ്. നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി ശ്രദ്ധേയനായ ജോസഫിന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം ഒരു പേഷ്യൻ ലിഫ്റ്റിംഗ് ചെയർ ആണ്. സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രയോജനപ്രദമായ കണ്ടുപിടുത്തങ്ങളാണ് കോതമംഗലത്തിന് സമീപം രാമല്ലൂർ താമസിക്കുന്ന പീച്ചനാട് ജോസഫിന്റേത്. കണ്ടുപിടുത്തങ്ങളുടെ എണ്ണത്തിൽ അർദ്ധ സെഞ്ചുറിയും പിന്നിട്ട ജോസഫ് ആതുര സേവന മേഖലയിലെ വെല്ലുവിളികളെ മറികടക്കാൻ ഉതകുന്ന കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് കൂടുതൽ ശ്രദ്ധേയനായത്. അദ്ദേഹത്തിന്റെ പേഷ്യൻ ലിഫ്റ്റിംഗ് ചെയർ അത്തരത്തിലുള്ള ഒന്നാണ്. രോഗി നിലത്ത് വീണുപോയാൽ പൊക്കിയെടുക്കാനും കട്ടിലിൽ കിടക്കുന്ന രോഗിയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഏറ്റവും പ്രയോജനപ്രദമാണ് ഈ ഉപകരണം. ഇത് പലർക്കും കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, വലിയ ഉപകാരമായി എന്ന് പറയാറുണ്ട്. ഇതുപോലത്തെ ഒരെണ്ണം ഇന്നേ വരെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഹൈഡ്രോളിക് ആണ്. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ ജോസഫ് ഊർജ്ജ സംരക്ഷണം, ജലസംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, കൃഷി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ട്. തേൻ സംസ്കരണ യന്ത്രം, വിവിധ തരം വീൽചെയറുകൾ, വെർജിൻ കോക്കനട്ട് ഓയിൽ മെഷീൻ, സ്ത്രീകൾക്ക് ആയാസരഹിതമായി ഉപയോഗിക്കാവുന്ന പുല്ലുവെട്ടി യന്ത്രം തുടങ്ങിയവ ജോസഫിന്റെ കണ്ടുപിടുത്തങ്ങളിൽ ചിലത് മാത്രമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇന്നൊവേഷൻ കൗൺസിൽ അവാർഡ് ജേതാവായ ജോസഫ് വീട്ടിൽ തന്നെ പരീക്ഷണശാലയും ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ വകുപ്പിൽ നിന്ന് വിരമിച്ച ജോസഫിന്റെ കുടുംബവും കണ്ടുപിടുത്തങ്ങൾക്ക് പരിപൂർണ പിന്തുണയുമായി കൂടെയുണ്ട്. ന്യൂസ് 18 കോതമംഗലം.
ഒരു നാടിന്റെ സംസ്കാരവും കാർഷിക സമൃദ്ധിയും ഒക്കെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് പത്തനംതിട്ടയിലെ ഓമല്ലൂർ വയൽ വാണിഭം. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും വീട്ടുപകരണങ്ങളും ഒക്കെയാണ് ഈ വാണിഭത്തിൽ വിൽപ്പനയ്ക്ക് എത്തുന്നതെങ്കിലും ഒരു സംസ്കാരമാണ് ഇതിലൂടെ കൈമാറപ്പെടുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഓമല്ലൂർ വയൽ വാണിഭത്തിന്. പരമ്പരാഗത കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഓമല്ലൂർ വയൽ വാണിഭത്തിലൂടെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ചേന, കാച്ചിൽ, ചേമ്പ്, ഇഞ്ചി, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയ കാർഷിക വിളകൾക്കും മൺവെട്ടി, കുന്താലി, വെട്ടുകത്തി തുടങ്ങിയ വിവിധതരം കാർഷിക ഉപകരണങ്ങളും വയൽ വാണിഭത്തിലൂടെ ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. എല്ലാ സാധനങ്ങളും ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വയൽ വാണിഭത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പഴയ കാലത്ത് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന കുട്ട, വട്ടി, മുറം, മൺചട്ടി, ആട്ടുകല്ല്, അരകല്ല് തുടങ്ങിയ വിവിധതരം ഉൽപ്പന്നങ്ങളും വയൽ വാണിഭത്തിൽ ലഭിക്കും. വിപണനത്തെക്കാൾ അന്യം നിന്ന് പോയ പഴയകാല കാർഷിക സംസ്കാരം നിലനിർത്തുകയാണ് ലക്ഷ്യം. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കാർഷിക വിഭവങ്ങൾ വാങ്ങാനും അതിൻ്റെ വിത്ത് വാങ്ങാനും ഈ നാട്ടിലുള്ള മാത്രമല്ല വിവിധ ദൂര സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ വൈവിധ്യമാർന്ന നമ്മൾ പഴയ കാലത്തൊക്കെ കണ്ടിട്ടുള്ള പഴയ സാധനങ്ങളെല്ലാം ഇപ്പോൾ ആ വയൽ വാണിഭത്തിൽ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് കുട്ടികളുമായി ആളുകൾ വന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം കാർഷിക വിഭവങ്ങളാണ് കൂടുതൽ. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ലോകപ്രസിദ്ധി ആർജിച്ച വാഴമുട്ടം ശർക്കര നമുക്കവിടെ ലഭ്യമാണ്. പിന്നീട് നമുക്കറിയാം ചെമ്പ് പാത്രങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം കൂന്താലി ഉറപ്പിക്കുക, അതുപോലെയുള്ള കോടാലി ഉറപ്പിക്കുക എന്ന് പറയുന്ന ആളെ കിട്ടാത്തൊരു കാലത്ത് അത് കൃത്യമായി ചെയ്യാനും കൂന്താലി വാങ്ങാനും അങ്ങനെയുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഇത്. കാർഷിക സെമിനാറുകൾ, കലാപരിപാടികൾ തുടങ്ങിയവയും വയൽ വാണിഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ചിത്രങ്ങൾ വരയ്ക്കാൻ പല തരത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പേന, പെൻസിൽ, ബ്രഷ് അങ്ങനെയൊക്കെ. പക്ഷേ നാവ് കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരാളെയാണ് അടുത്തതായി പരിചയപ്പെടുത്തുന്നത്. കൊട്ടാരക്കര നെടുവത്തൂർ സ്വദേശി സുജിത്ത്. പെൻസിൽ ഡ്രോയിങ്ങും വാട്ടർ കളറുമൊക്കെയായിരുന്നു സുജിത്തിന്റെ വരകളുടെ ലോകം. സോഷ്യൽ മീഡിയയിൽ ആരോ ഒരാൾ നാവ് കൊണ്ട് ചിത്രം വരയ്ക്കുന്നത് കണ്ടപ്പോൾ തുടങ്ങിയ ആഗ്രഹമായിരുന്നു തനിക്കും ഇതുപോലെ ചെയ്യണമെന്നത്. കഠിന പരിശ്രമത്തിനൊടുവിൽ സുജിത്ത് തന്റെ ഇഷ്ടതാരങ്ങളുടെ ചിത്രങ്ങൾ നാവിൻ തുമ്പുകൊണ്ട് വരച്ചെടുത്തു. ഒടുവിൽ 14 മിനിറ്റ് കൊണ്ട് 6 നടന്മാരുടെ ചിത്രങ്ങൾ വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടവും നേടി. ഒരു റീൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റീലിനകത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നാക്ക് വെച്ച് ഇങ്ങനെ ഒരു പടം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ കണ്ടില്ല. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആദ്യമൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ ഒരു ട്രൈ ചെയ്ത് ഒരുവിധം ഓക്കെ വന്നപ്പോഴത്തേക്ക് ഞാനത് അവർക്ക് മെയിൽ അയച്ചു കൊടുത്തു. ഒരു മാസം അടുപ്പിച്ചെന്നാണ്ട് ആയിരുന്നു അതിൻ്റെ റിസൾട്ടൊക്കെ വരാൻ വേണ്ടി. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇട നേടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അച്ചീവ്മെന്റ് അവരുടെ കിറ്റും പാക്കൊക്കെ വന്ന്. സോഷ്യൽ മീഡിയയിൽ സുജിത്തിന്റെ ചിത്രങ്ങൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. നാവുകൊണ്ട് മാത്രമല്ല, ഉജാല, ബീട്രൂട്ട്, തേയിലപ്പൊടി എന്നിവ കൊണ്ടും ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈനിംഗ് പഠനം പൂർത്തിയാക്കിയ സുജിത്ത് ഇനിയും കൂടുതൽ റെക്കോർഡുകൾ സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ്. അച്ഛൻ ശശികുമാറും അമ്മ സുജാതയും സഹോദരൻ സൂരജും സുജിത്തിന് സപ്പോർട്ടാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. പായലും മാലിന്യങ്ങളും ഒക്കെ നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന മാവണ്ടിയൂർ കാനക്കുളം ശുചീകരിച്ച് CPM എടയൂർ ലോക്കൽ കമ്മിറ്റി EMS AKG ദിനാചരണത്തോടനുബന്ധിച്ചായിരുന്നു കുളം ശുചീകരണം. 100ഓളം കുടുംബങ്ങളുടെ ജലസ്രോതസ്സാണ് മാവണ്ടിയൂർ കാനംകുളം. പായലും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPM എടയൂർ ലോക്കൽ കമ്മിറ്റി ശുചീകരണം നടത്തിയത്. EMS AKG ദിനാചരണത്തോടനുബന്ധിച്ചായിരുന്നു ശുചീകരണം. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായാണ് CPM സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത്. മാലിന്യമുക്ത നവകേരളത്തിനായി അണിചേരുക എന്നത് ആ മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാനത്താകെ വലിയ രൂപത്തിലുള്ള മാലിന്യ വിമുക്ത പരിപാടി നടക്കുക. അതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരംഭിച്ചത്
EMS ദിനത്തിലാണ്. മാർച്ച് 30 വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും. ഏരിയ കമ്മിറ്റി അംഗം KK രാജീവ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗവും CITU ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ VP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് 18 തിരൂർ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് നല്ല വാക്ക് കാണാം.